സിബ്ലിങ്സിന്റെ ഫൈറ്റില് എപ്പോഴും ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും അല്ലെ? ഞാനും എന്റെ അനിയത്തിയും അവളൊരു ഫോർത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് വരെ ഒത്തിരി ഇടിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ അതുവരെ ഭയങ്കര ഇടിയായിരുന്നു ഞങ്ങൾ തമ്മിൽ. അപ്പൊ ഞങ്ങൾ ഇടി തുടങ്ങുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ അവളെങ്ങനെയാന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര ഒരു പാവം, എല്ലാ പാരന്റ്സിന്റെ ഒരു ഡ്രീം ഗേൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു. ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കുരുത്തക്കേടായിരുന്നു. അപ്പൊ അവള് ആരും കാണാതെ എന്നെ പിച്ചയും മാന്തി ഇതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് അവളുടെ കഴിവാണോ ഇനി അത് ആരും കാണാത്തയാണോ എന്നറിയില്ല. പക്ഷെ അവള് ചെയ്തത് പൊതുവെ ആരും കാണൂല. ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കാണാൻ ഒറ്റയടിയായിരിക്കും. അപ്പൊ പൊതുവെ ഇത് കാണുന്ന ഒരാൾ എന്താ വിചാരിക്കുക, ഞാൻ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ എപ്പോഴും അടി ഉണ്ടാക്കുന്നു, ആ ഒരു സംഭവം. അപ്പൊ എല്ലാരും വന്ന് എന്റെ അടുത്ത് പറയും, നീ എന്താ ഇങ്ങനെ എപ്പോഴും നീ തന്നെ ഇങ്ങനെ ഫൈറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാ, നീ എപ്പോഴും എന്തിനാ അവളെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണേ എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും, ഞാനല്ല, അവളാണ് ഫൈറ്റ് ഉണ്ടാക്കിയത്, ഞാൻ അവളാണ് തുടങ്ങി, അവളാണ് എന്നെ പിച്ചി എന്നൊക്കെ പറയും. പക്ഷെ ആരും വിശ്വസിക്കാൻ പാടില്ല, കാരണം അവര് കണ്ടത് ഞാൻ കൊടുക്കുന്നതാണല്ലോ. അപ്പൊ ഇതാണ് എപ്പോഴും സംഭവിക്കാറ്. അപ്പൊ സിബ്ലിങ്സിന്റെ ഫൈറ്റിന്റെ ഇടയിൽ അങ്ങനെയാണല്ലോ. ശരിക്കും നമുക്ക് അറിയില്ല അവിടെ ആക്ച്വലി എന്താ ഉണ്ടാവുന്നതെന്ന്. വി ഡോണ്ട് നോ ദ ബിഗർ പിക്ചർ. അപ്പൊ ആക്ച്വലി നമ്മൾ പാരന്റ്സ് ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ശരിക്കും അവർക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നും. ഞാൻ സ്റ്റോപ്പ് ചെയ്തതുപോലെ അവരും അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ പാരന്റ് നമ്മൾ എപ്പോഴും ഈ കുട്ടികൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ട് നിൽക്കുക. രണ്ടുപേരുടെയും സൈഡ് പിടിക്കാതെ ന്യൂട്രൽ ആയിട്ട് ഇതിനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ട് വരും. Kring, fulfilling parenting dreams.